അപ്പോൾ ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ VS അനോജ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. VS അനോജ്, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമുക്ക് അധികം സമയമില്ല, അപ്പോൾ വാർത്തകളിലേക്ക് തന്നെ കിടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആ SITയുടെ റിപ്പോർട്ട്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് അതിൻ്റെ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ന് പത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. CBI വരട്ടെ എന്നാണ് മാതൃഭൂമി തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കേസ് അത് ഒരു സ്റ്റേറ്റിൻ്റെ മാത്രമായ ഒരു കേസായിട്ട് അല്ലാതെ തന്നെ അതിൽ ഈ പറയുന്ന പോലെ സ്വർണം കടത്തി അല്ലെങ്കിൽ അതിൽ മറ്റ് ശക്തികൾക്ക് ബന്ധമുണ്ടോ, സംസ്ഥാനത്തിന് പുറത്ത് അല്ലെങ്കിൽ വിദേശത്തെ മറ്റ് മാഫിയകൾക്കൊക്കെ ബന്ധമുണ്ടോ തുടങ്ങിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് CBI വരട്ടെ എന്നുള്ളതാണ്. ആ വാർത്ത മാതൃഭൂമി ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയെ തലക്കെട്ട് ഓടെ നൽകിയിരിക്കുന്നു. അതിൽ പറയുന്നുണ്ട്, പ്രഭാമണ്ഡലത്തിലെയും വ്യാളി രൂപങ്ങളിലെയും സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതും അതിൽ പറഞ്ഞിരിക്കുന്നു. ഇത് മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നു. എല്ലാ പത്രങ്ങളും ഏതാണ്ട് വലിയ പ്രാധാന്യത്തിൽ നൽകിയൊരു ദിവസം എന്ന് തന്നെ പറയാം. ഒന്നാം പേജിൽ മറ്റൊരു വാർത്തയുള്ളത് കസ്റ്റഡി മരണം പോലീസിന് മനുഷ്യാവകാശ, അതായത് ഈ കസ്റ്റഡി മരണം സംബന്ധിച്ച കാര്യത്തിൽ പോലീസിന് അതൊരു മനുഷ്യാവകാശ ലംഘനമായി തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. വിവരാവകാശ കമ്മീഷന് മുന്നിലും തിരുത്താതിരിക്കുകയാണ് പോലീസ് എന്നൊരു വാർത്ത കൂടെ നൽകിയിരിക്കുന്നു. പോലീസിനെ സംബന്ധിച്ച് കസ്റ്റഡി മരണം ഇപ്പോഴും ഒരു വളരെ അത്രയും വലിയ മനുഷ്യാവകാശ ലംഘനമായി തോന്നുന്നില്ല. അത് അവരുടെ എൻക്വയറിയുടെ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെയൊക്കെ ഭാഗമാണെന്നോ ഒക്കെ പറയുന്ന രീതിയിലേക്ക് അതിന് ഒരു കൃത്യമായ ന്യായീകരണം നൽകിയില്ല എന്നുള്ള ഒരു വാർത്ത അവർ നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഒന്നാം പേജിൽ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. വെള്ളാപ്പള്ളി വിവാദത്തിൽ മുഖ്യമന്ത്രി ചതിയൻ ചന്തു അല്ല CPI, എന്നാൽ ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ ചേർത്തിരിക്കുന്നു. മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പ് മനോരമയുടെ തലക്കെട്ട് നമ്മളിപ്പോൾ വെളിപ്പെടുത്തിയ ഈ വാർത്ത അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്ത കൂറുമാറാൻ CPM കോഴയെന്ന ലീഗ് സ്വതന്ത്രൻ്റെ ശബ്ദരേഖ 50 ലക്ഷം ലൈഫ് സെറ്റ് എന്നുള്ള മലയാള മനോരമ മെയിൻ സ്റ്റോറി അതാണ്. അത് വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ടിന് ശേഷം രാജി, വെളിപ്പെടുത്തലിൽ വിജിലൻസ് അന്വേഷണം എന്നുള്ളതാണ്. ആ വാർത്ത ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. ഒന്നാം പേജിൽ മറ്റൊരു കൗതുകമുള്ള വാർത്തയും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയും, ഭരണഘടന കൈമാറി വിവാഹിതരായ അധ്യാപികയും വില്ലേജ് ഉദ്യോഗസ്ഥരും എന്നൊരു വാർത്ത ഇന്ന് മലയാള മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. താലിയുമില്ല പുടയുമില്ല, ഈ യാത്രയ്ക്ക് കൂട്ട് ഭരണഘടന എന്നാണ് ആ വാർത്തയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ 7-ാം പേജിൽ മലയാള മനോരമ നൽകിയിരിക്കുന്നു. അതിൽ ശബരിമല ആശയക്കുഴപ്പത്തിൽ SIT സ്വർണം വിറ്റോ അതോ കടത്തിയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കൂടുതൽ സ്വർണം കണ്ടെടുക്കാനുണ്ടെന്ന് അവർ കോടതിയിൽ പറഞ്ഞ കാര്യവും, ഒപ്പം സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന് സർക്കാരിൻ്റെ ഇഷ്ടക്കാർ ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കിയത് ക്രൈംബ്രാഞ്ചിലെ സംഘടനാ നേതാവ് എന്ന് പറഞ്ഞ് മറ്റൊരു വാർത്ത കൂടി അവർ നൽകിയിട്ടുണ്ട്. അത് കുറച്ചൊരു എങ്ങനെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ എത്ര കണ്ട ആധികാരികമായ രീതിയിലാണ് ആ വാർത്തയെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. അത് കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു, ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം സർക്കാരിൻ്റെ സമിതി തന്നെയാണ് അല്ലെങ്കിൽ അന്വേഷണ സംഘം തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കൽ നടന്നാൽ പോലും അത് സർക്കാർ അറിഞ്ഞിട്ട് തന്നെ നടക്കുന്നൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് എത്ര കണ്ട് നിലനിൽക്കുമെന്നറിയില്ല. 14-ാം പേജിൽ ഒരു കൗതുക വാർത്തയുള്ളത് നുരഞ്ഞു കവിഞ്ഞ് പേരുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കേരള ബ്രാൻഡിക്ക് പേരുകൾ പറഞ്ഞ് ചീഴ്സ് എന്ന് പറഞ്ഞൊരു വാർത്ത അവർ നൽകിയിരിക്കുന്നു. അതായത് പേര് നിർദ്ദേശിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഒരുപാട് പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. നമ്മളുടെ ഡെസ്കിൽ നിന്നെല്ലാം നമ്മൾ അതിനെക്കുറിച്ചൊരു ലൈവ് കൊടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ വാർത്ത ഒരു കൗതുക വാർത്തയായി മലയാള മനോരമ നൽകിയിരിക്കുന്നു. സ്പോർട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്ലാസ്റ്റാണ്. അതായത് അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നുള്ളൊരു വാർത്ത സ്പോർട്സിൽ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ലൂണ മാറുന്നത് ഇന്തോനേഷ്യൻ ക്ലബിലേക്ക്. ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ നമ്മുടെ ISL ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങളുണ്ടാക്കിയ ഒരു ടീമായി നിൽക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂട്ടർ എന്ന് പറയാവുന്ന രീതിയിൽ വന്ന ഒരാൾ ഏതായാലും ലൂണയാണ്. ലൂണ അപ്പോൾ ഇവിടുന്ന് പോകുന്നു എന്ന് പറയുന്നതും മൊത്തത്തിൽ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ ഒരു മോശം സീസൺ ആയിരുന്ന ഒരു കാര്യം കൂടെ നമുക്കറിയാം. ഉൾപേജിൽ അല്ലെങ്കിൽ 12-ാം പേജിൽ മംദാനി ഖുറാനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വാർത്ത ഇന്ന് പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു മാതൃഭൂമി. അത് എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇന്നലെ ഞെട്ടലുണ്ടാക്കിയ ന്യൂ ഇയർ ആഘോഷത്തിൽ സ്വിസ്സിലെ
ഈ സ്കൈ റിസോർട്ടിൽ ഉണ്ടായ തീപിടുത്തമാണ്. ആ വാർത്ത ഹിന്ദു ഇന്ന് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു പ്രാധാന്യത്തോടു കൂടെ. ദേശാഭിമാനി ഈ കർണാടകയിലെ ബുൾഡോസറുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത അവർ വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. കാരണം അവരിപ്പോഴും തെരുവിൽ കുറേ കുടുംബങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ ഈ മാധ്യമത്തിൻ്റെ തലക്കെട്ടും സ്വർണ്ണക്കൊള്ള തന്നെയാണ്. കാരണം 1.5 കിലോ സ്വർണം എവിടെ എന്നാണ് മാധ്യമം തലക്കെട്ടിൽ ചോദിച്ചിരിക്കുന്നത്. ഒപ്പം ജന്മഭൂമി പെരുങ്കൊള്ള എന്നാണ് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. അങ്ങനെ പല പെർസ്പെക്റ്റീവിലാണ് ആ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാർത്തയൊന്നും അല്ലാത്തൊരു പ്രധാനപ്പെട്ടതും എന്നാൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ആശങ്കയുണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം കപ്പ് സിറപ്പുമായി ബന്ധപ്പെട്ടാണ്. അത് കൗമുദി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. കൊലയാളി സിറപ്പിന് പൂട്ട് എന്നാണ് കൗമുദിയുടെ തലക്കെട്ട്. കപ്പ് സിറപ്പിൽ കുറിപ്പടി വേണം. കേന്ദ്ര ഇടപെടൽ. ഈ കൂട്ടമരണം രാജ്യത്ത് കപ്പ് സിറപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിൽ ഡോക്ടറുടെ പ്രിസ്ക്രൈബ്ഡ് നോട്ടില്ലാതെ ഈ കാര്യത്തിൽ കപ്പ് സിറപ്പ് നൽകരുതെന്നുള്ളൊരു നിർദ്ദേശം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ദേശീയ വാർത്തകളിൽ ഏറ്റവും പ്രധാനം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയാണ്. അത് ക്രൂഷ്യൽ മണിപ്പൂർ മീറ്റിംഗ് ടുഡേ എന്നുള്ളതാണ്. അമിത്ഷാ മണിപ്പൂരുമായി ബന്ധപ്പെട്ട്. കാരണം ഫെബ്രുവരി 13 അവിടുത്തെ ഇപ്പോൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ എന്താ പറയുക രാഷ്ട്രപതി ഭരണം അതിൻ്റെ ആ കാലാവധി തീരുന്നൊരു സാഹചര്യം കൂടെയുണ്ട്. ഈ സമയത്ത് ഇതെങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് തുടരുമോ ഇല്ലയോ എന്നുള്ളതും അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്ര കണ്ട് നിലനിൽക്കുന്നു, ഈ കാര്യത്തിൽ ഒരു റിവ്യൂ ഏതായാലും അവർ നടത്താൻ പോകുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിറാജും ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. പക്ഷേ അവർ ഐവറി കസറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഫ്രിക്ക നാഷണൽ കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വലിയ പ്രാധാന്യത്തിൽ അവർ നൽകിയിട്ടുണ്ട്. ഏതായാലും ധാരാളം കൗതുകകരമായ വാർത്തകളുമൊപ്പം കൃത്യമായി പലതരത്തിലുള്ള വാർത്തകളുള്ളൊരു ദിവസം എന്ന് പറയാം. ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സ്പോർട്സിൽ വളരെ പ്രാധാന്യമുള്ള വാർത്തകൾ ധാരാളമുള്ളൊരു ദിവസം കൂടിയാണ്. കാരണം ചെൽസിയുടെ പരിശീലകൻ മരസ്കയെ പുറത്താക്കി എന്നുള്ളൊരു വാർത്ത മാതൃഭൂമി ഇന്ന് 10ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം മാതൃഭൂമി ഉൾപേജിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ അതായത് ബുള്ളറ്റ് ട്രെയിനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് വികസൻ ഭാരതുമായി ബന്ധപ്പെട്ട് ആദ്യ സ്ലീപ്പർ വന്ദേ ഭാരത് വരുന്നു ഗുവാഹട്ടി കൊൽക്കത്ത റൂട്ടിൽ ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി റെഡി സ്ലീപ്പർ എന്ന തലക്കെട്ടിൽ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. കാരണം ബുള്ളറ്റ് ട്രെയിൻ 2027 മുതൽ തുടങ്ങും. അത് ഘട്ടം ഘട്ടമായി ആ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഈ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകും. ആദ്യ സർവീസായിട്ട് സൂറത്ത് ബിലിമോറ സെക്ഷനിൽ ആദ്യ സർവീസ് ആരംഭിക്കും. അങ്ങനെ ധാരാളം വാർത്തകളുള്ള ദിവസമാണ്. സേതു, ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ശുഭദിനം ആശംസിക്കുന്നു.